എടാ കഞ്ചാവ് ഡ്രഗ്സ് അല്ല. നിങ്ങൾക്ക് അറിയാം കള്ള് നന്നായിട്ട് വിറ്റ് പോണമെങ്കിൽ, അതായത് പൊളിറ്റീഷ്യന്മാർക്ക് ഒരു ഷെയർ ഉണ്ടല്ലോ, ഈ കള്ളിന്റെ കമ്പനീസിലൊക്കെ ഷെയർ ഉണ്ടാവും. അപ്പൊ ഈ ഏമാന്മാരുടെ പോക്കറ്റിലൊക്കെ സാധനം കയറണമെങ്കിൽ, കള്ള് നന്നായിട്ട് വിറ്റ് പോകണമെങ്കിൽ കഞ്ചാവിന്റെ ഉപഭോക്താക്കൾ കുറയണം. എന്നാലാണല്ലോ കള്ള് വിറ്റ് പോവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? കഞ്ചാവ് എടുത്തിട്ട് നിങ്ങളത് നർക്കോട്ടിക്സിന് അണ്ടറിലേക്ക് ഇട്ടു. അപ്പൊ അതൊരു ഇല്ലീഗൽ പ്രൊഡക്റ്റ് ആയി, അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, എല്ലാവരും കള്ളിലേക്ക് വന്നു. നമുക്ക് വേൾഡിലെ ഏറ്റവും ഡേഞ്ചറസ് ഡ്രഗ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലിക്വർ വരിടാ, അതിൽ കഞ്ചാവില്ല. നമ്മൾ നാർക്കോട്ടിക്സ് അണ്ടറിലേക്ക് കൊണ്ടുവരേണ്ടത് ഡേഞ്ചറസ് മനുഷ്യന്മാരുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ ഡ്രഗ്സിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റി നമ്മൾ ആക്കേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ വീട് വാസിസ് ആൽക്കഹോൾ നോക്കുമ്പോ ഏറ്റവും ഡേഞ്ചറസ് ആൽക്കഹോൾ ആണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അത് ഇല്ലീഗൽ ആക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. കഞ്ചാവ് വലിച്ച് മരിച്ച ഒരുത്തരെ കാണാൻ പറ്റില്ല. കഞ്ചാവ് വലിച്ച് ആൾക്കാരെ ഉപദ്രവിച്ച ആൾക്കാരുടെ എണ്ണം നോക്കിയ, കള്ളു കുടിച്ച് വീട്ടിലെ ഭാര്യനെ അടിച്ചു കൊന്ന ആൾക്കാരുടെ കണക്കിനെക്കാട്ടും പകുതി വരുള്ളൂടാ. അതിന്റെ പകുതി വരുള്ളൂടാ. ലാസ്റ്റ് ഒരു കുടുംബത്തിൽ 5-6 പേരെ തലയില് ചുറ്റിക്ക് വെച്ച് അടിച്ചു കൊന്ന അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഡ്രഗ്സ് ആണെന്ന് വിചാരിച്ചിട്ട് അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അവൻ ആൽക്കഹോളാ കുടിച്ചിരുന്നേ. എന്നിട്ട് എന്തുകൊണ്ട് ആൽക്കഹോൾ ഇല്ലീഗൽ ആക്കുന്നില്ല? എന്തുകൊണ്ടല്ല കഞ്ചാവിന്റെ വെക്കിട്ട് കയറുന്നത്? പോലീസെ ഇപ്പഴെ പോയി പിടിച്ചോൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ഉറപ്പായി. ഓൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഇല്ല ഇങ്ങനെ സപ്പോർട്ട് ആക്കൂല. പിടിച്ചോ ഓനെ ഫേസ് നോക്കി വെച്ചേ അടിച്ച് കണ്ണൊക്കെ പഴുത്തിരിക്കണല്ലേ കഞ്ചാവോളി. കഞ്ചാവിന് സപ്പോർട്ട് ആക്കുന്നു. കഞ്ചാവിനെ കൺഫേം. പിടിച്ചോ കഞ്ചാവും ഡേഞ്ചറാണ്, ആൽക്കഹോളും ഡേഞ്ചറാണ്.